ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഇന്ന് നമ്മൾ മൂലനക്ഷത്രത്തിൻ്റെ വിഷുബലം പറയുകയാണ്. നക്ഷത്രങ്ങളിൽ ഓരോന്നിനും ഓരോ പ്രത്യേകതയുണ്ട്. മൂലനക്ഷത്രം ഒരു പ്രത്യേക നക്ഷത്രമാണ്. ഈ മൂലനക്ഷത്രത്തിൽ അവർക്ക് എന്താണെന്ന് വെച്ചാൽ അവർക്ക് സ്വന്തം കാര്യമാണ്. സ്വന്തം കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തം കാര്യമല്ല, അവരുടെ സ്വന്തത്തിൽപ്പെട്ടവരുടെ എല്ലാവരുടെയും കാര്യം. സ്വന്തത്തിൽപ്പെട്ടവരെന്ന് പറഞ്ഞാൽ ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, അതുമാത്രം. ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, അച്ഛൻ, അമ്മ. അത് കഴിഞ്ഞാൽ അവർക്ക് വേറൊരു ലോകമില്ല. അവർ മറ്റുള്ള കാര്യത്തിലൊന്നും ഇടപെടാറില്ല. ആരോടും അധികം ദേഷ്യപ്പെടാറില്ല, ആരോടും അധികം വിരോധം ഭാവിക്കാറില്ല, ശത്രുഭാവം അധികം ഉണ്ടാവത്തില്ല. സ്വന്തം കാര്യം നോക്കുക, അവരുടെ കാര്യങ്ങൾ നോക്കുക, മറ്റുള്ള കാര്യങ്ങൾ കൂടുതൽ ഇടപെടാണ്ടിരിക്കുക, മറ്റുള്ള പ്രശ്നങ്ങളൊന്നും കൂടുതൽ ഇടപെടാണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ മൂലനക്ഷത്രം, അതായത് ധനു നക്ഷത്രക്കാരുടെ, ധനു കൂറിലുള്ളവരുടെ പ്രത്യേകത. അവർ സ്വാതന്ത്ര്യം ഇഷ്ടമുള്ളവരാണ്. ആധ്യാത്മിക ചിന്ത കൂടുതലുള്ളവരാണ്. ആധ്യാത്മിക ചിന്ത ഒത്തിരി കൂടുതലാണ് അവർക്ക്. പിന്നെ ഇവർ 2025 വർഷം മൂലനക്ഷത്രക്കാർക്ക് പരിവർത്തനങ്ങളും സാധ്യതകളും ആത്മവിശ്വാസ വളർച്ചയും കാണാം. കുടുംബജീവിതം, സാമ്പത്തികം, പ്രൊഫഷൻ, ആരോഗ്യം തുടങ്ങി വിവിധ മേഖലകളിൽ സൗഭാഗ്യത്തിൻ്റെയും ചലനങ്ങളുടെയും വർഷമായിരിക്കും. പക്ഷേ എന്നാലും പ്രശ്നങ്ങൾ ഉണ്ടാവാം. കാരണം അവർ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടാതിരിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ മറ്റുള്ളവരുടെ സഹായം ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. മനസ്സിൽ നിറഞ്ഞ തീരുമാനങ്ങൾ വിജയത്തിലേക്കുള്ള വഴിയാവും. പക്ഷേ അവരെ കൊണ്ട് ആരോർക്കും ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കുന്നതുകൊണ്ട് പലരുടെ സഹായം, പാവം നല്ല മനുഷ്യൻ, ആരുടെ കാര്യത്തിൽ ഇടപെടാറില്ല എന്നുള്ളൊരു എല്ലാവരും പറയുന്നത് കൊണ്ട് ചില സഹായങ്ങളൊക്കെ ലഭിക്കാം. പിന്നെ ആത്മവിശ്വാസം ഉയരും, തീരുമാനമെടുക്കാൻ അവസരങ്ങൾ ലഭിക്കും, പുതിയ ആരംഭങ്ങൾ കാണുന്നുണ്ട്. കുടുംബത്തിൽ നല്ലവണ്ണം ശ്രദ്ധിക്കുന്ന ആൾ തന്നെയാണ്. പിന്നെ പുതിയ അവസരങ്ങൾ, ജോലിസ്ഥലത്ത് പുതിയ ചുമതലകൾ ലഭിക്കും. പ്രൊമോഷൻ, അധിക ചുമതലകൾ വിജയകരമായി നിറവേറ്റുവാൻ സാധിക്കും. പിന്നെ പുതിയ അവസരങ്ങൾ, ജോലിസ്ഥലത്ത് പുതിയ ചുമതലകൾ ലഭിക്കും. പ്രൊമോഷൻ, അധിക ചുമതലകൾ വിജയകരമായി നിറവേറ്റുവാൻ സാധിക്കും. അങ്ങനെ നിറവേറ്റിയാൽ പ്രൊമോഷനും കിട്ടും. അവസരങ്ങൾ, പ്രവാസ ജീവിതത്തിൽ പോകാനായിട്ടുള്ള അവസരങ്ങൾ ലഭിക്കും. പിന്നെ ബിസിനസ് സ്ഥിരതയുള്ള വളർച്ച കാണുന്നുണ്ട്. ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കണം. നല്ലവരുമായി ബന്ധം നിലനിർത്തണം. സാധാരണഗതിയിൽ നല്ലവരുമായിട്ടുള്ള ബന്ധമേ ഉണ്ടാവാറുള്ളൂ. പക്ഷെ ആരെയും ഇവർ എല്ലാവരോടും സ്നേഹം പ്രകടിപ്പിക്കുന്നവരാണ്. എല്ലാവർക്കും. പക്ഷെ അതേസമയത്ത് എല്ലാവരുടെ കാര്യത്തിൽ ഇടപെടത്തുമില്ല. എല്ലാവരോടും സ്നേഹം പ്രകടിപ്പിക്കും. 2025 അലസമായ ചെലവുകൾ ഒഴിവാക്കുക. നിക്ഷേപങ്ങൾക്ക് നല്ല പ്രതിഫലം ലഭിക്കും. സാമ്പത്തിക പ്രൊമോഷൻ ലഭിക്കാനുള്ള സാധ്യത, സാമ്പത്തികമായി നല്ല വരുമാനം കിട്ടും. പ്രൊമോഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട്. ബഡ്ജറ്റ് തയ്യാറാക്കി ചെലവുകൾ നിയന്ത്രിക്കണം. പുതിയ സാമ്പത്തിക പദ്ധതികളിൽ ജാഗ്രത പാലിക്കണം. പുതിയ ബന്ധങ്ങൾ രൂപപ്പെടും. പാരമ്പര്യ കാര്യങ്ങളിൽ ചെറിയ സംഭാഷണങ്ങൾ ആവശ്യമായി വരും. വിവാഹയോഗ്യർക്ക് 2025 വിവാഹത്തിൻ്റെ സാധ്യതയുണ്ട്. കുടുംബസംതൃപ്തി, സൗഹൃദങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് കൂടുതൽ സമയം എടുക്കുക. ആത്മവിശ്വാസത്തോടെ ബന്ധങ്ങൾ പരിപോഷിപ്പിക്കുക. സംവാദപരമായ സമീപനം സ്വീകരിക്കുക. ശരീര ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. മാനസിക സമ്മർദ്ദം, വിശ്രമത്തിനും ധ്യാനത്തിനും സമയം മാറ്റിവെക്കണം. വ്യായാമം ശീലമാക്കണം. സൗമ്യതയും സമാധാനവും സാധാരണ പാലിക്കുന്നവരാണ് നിങ്ങൾ. അത് തവണയും അതുപോലെ തന്നെ ചെയ്യുക. മിതത്വം പാലിക്കുക, അത് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുന്നവരാണ്. ചെറിയ വിജയങ്ങൾക്കും ആത്മവിശ്വാസം നൽകുക. ചെറിയ വിജയങ്ങളുണ്ടാവും. ചിലപ്പോൾ ചെറിയ ലോട്ടറി ടിക്കറ്റൊക്കെ തന്നെ കിട്ടിയെന്ന് വരാം. ആത്മവിശ്വാസം ലഭിക്കും. തുറന്ന മനസ്സോടെ പുതിയ അവസരങ്ങളെ വരവേൽക്കണം. മൂലനക്ഷത്രക്കാർക്ക് 2025 വിജയത്തിൻ്റെയും വളർച്ചയുടെയും വർഷമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.